മണിപ്പൂരിനെ കുറിച്ച് ഏറെ ചർച്ച ചെയ്യുന്ന കേരളത്തിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ വിവരിച്ച് CSI സഭ. ഇവർ പറയുന്നത് ഇവർക്ക് നീതി കിട്ടുന്നില്ല. പള്ളി തകർത്തു, ആസ്ഥാനം സർക്കാർ അധികാരികൾ വന്ന് പൂട്ടിയിട്ടു, സഭാപ്രവർത്തനം തടസ്സപ്പെടുത്തി, വിശ്വാസ കാര്യങ്ങൾ പോലും തടസ്സപ്പെടുന്നു. റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഹൃദയഭാഗത്താണ് നമ്മുടെ ദക്ഷിണ കേരള മഹായിടവകയുടെ ആസ്ഥാനം എന്നത് നമുക്കറിയാം. LMS കാമ്പൗണ്ട്. ഈ LMS കാമ്പൗണ്ട് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി എത്രയോ സത്കർമ്മങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു ക്യാമ്പസാണ് ദക്ഷിണ കേരള മഹായിടവകയുടെ ക്യാമ്പസ്. അത് ഒരു മതത്തിൻ്റെ പേരിൽ അല്ല, പൊതുവായി സാമൂഹികമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹായിടവകയാണ് ദക്ഷിണ കേരള മഹായിടവക എന്ന് നമുക്കറിയാം. 618ഓളം സഭകളും 10 ലക്ഷത്തോളം ജനതയും ഉള്ള നമ്മുടെ മഹായിടവകയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഏകദേശം 3-4 ലക്ഷത്തോളം വരുന്ന യുവജനങ്ങളാണ് എന്ന കാര്യം നമുക്കറിയാം. നമ്മുടെ യുവജനങ്ങൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നതും വളർന്നതും നമുക്ക് സമൂഹത്തിൽ നമ്മുടെ യുവാക്കൾ വരുത്തിയ ചലനങ്ങളും മാറ്റങ്ങളും ശ്രദ്ധേയമായ കാര്യങ്ങളാണ് എന്നതും നമുക്കറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 24 മണിക്കൂർ നീളുന്ന നിരാഹാര സമരം ഇവിടെ കേരള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ആസ്ഥാനമെന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടത്തേണ്ടി വരുന്നത് എന്ന കാര്യം പ്രത്യേകം നമ്മൾ തിരിച്ചറിയേണ്ടതാണല്ലോ. ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി എന്ന് തന്നെ പറയണം, നമ്മുടെ LMS കാമ്പൗണ്ടിനെ സീല് വെച്ച് തഹസിൽദാരെ ഏൽപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മുടെ അഭിമന്യ തിരുമേനി, മുഖ്യമന്ത്രി അടക്കം ഇന്നത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രമുഖരായ വ്യക്തികളെ നിരന്തരം കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും ഈ സുപ്രീം കോടതിയുടെ ഇടക്കാല വിധിയുടെ വ്യക്തമായി അത് മനസ്സിലാക്കിയിട്ടും അതിന് വിരുദ്ധമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും LMS അടച്ചിടുകയും ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, വേദനിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഈ സംസ്ഥാന സർക്കാർ ചില വർഷങ്ങളായി ദക്ഷിണ കേരള മഹായിടവകയുടെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത്തിൻ്റെ ന്യായത്തെ മറിച്ചുകളയുന്ന രീതിയിലുള്ള നടപടികളും തീരുമാനങ്ങളും പ്രവർത്തനങ്ങൾക്കുമെതിരെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.